ഹൈ ഫ്രണ്ട്സ്, വീണ്ടും കെമിസ്ട്രിക്ക് വീണ്ടും സ്വാഗതം. ഒന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മുടെ ഫിഷ് ടാങ്കിൽ ഒരുപാട് മീൻ കുഞ്ഞുങ്ങൾ പെരി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഓപ്പൺ ടാങ്കിൽ കുഞ്ഞുങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾ, അത്യാവശ്യം മീഡിയം ആയിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ വേറെ പിടിച്ച് വേറെ ടാങ്കിലൂടെ വരുന്ന വീഡിയോ ആണ്. പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് അത്യാവശ്യം നമ്മളിപ്പോൾ ഇതിലൊക്കെ ഉണ്ടോ, ഫീമെയിലും മെയിലും ഒക്കെ നന്നായി തന്നെ പെരി കിടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ അത്യാവശ്യം എന്താ ഒരു വിധമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ ലെവലിലുള്ള കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ വേറെ ടാങ്കിലേക്കിട്ട് മാറ്റാനാണ്. അതിൽ കുഞ്ഞുങ്ങളധികം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേറെ ടാങ്കിലോട്ട് മാറ്റാമെന്നുള്ള പരിപാടിയാണ്. ഇതിൽ നിന്ന് തന്നെ വെള്ളം എടുക്കുക. ഇതിനെ വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഇത്രയുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ. മാര് ഇത് പറ്റി കിടക്കണം. ഇത്രയുള്ള കുഞ്ഞുങ്ങൾ എന്തോ കൂടുതൽ ഇറങ്ങുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് കുഞ്ഞുങ്ങൾ മാറ്റിയിട്ട് മരുന്ന് ഒന്ന് ചാടിപ്പോയിട്ടാ. പരമാവധി കുഞ്ഞുങ്ങളെ പിടിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി വലിയ മീനുകളൊന്നും മിസ്സാവുന്നില്ല. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് കൂടുതലായിട്ട് മിസ്സാവുന്നത്. പിന്നെ നന്നായിട്ട് ഫീമെയിലുകളൊന്നും ഗ്രോത്ത് ആവണമല്ലോ കേട്ടോ. നിറയെ ഫീമെയിൽ ഉണ്ടെങ്കിലും മെയിലുകളാണ് ഗ്രോത്ത് ആകാത്തതും കാണാത്തതും. അപ്പോൾ നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഈ വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ പിടിക്കാൻ പറ്റും. അത്യാവശ്യം വലുപ്പമായതാണോ നമ്മുടെ വേറെ ടാങ്കിലോട്ട്. അവിടെ നന്നായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് വളർന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് അതിൽ നന്നായിട്ട് മെയിൽ കമ്മിയാണ് അവിടെയും. ഈ ഭാഗത്ത് നമ്മുടെ താമരൻ്റെ ഭാഗത്ത്, ആമ്പലിൻ്റെ ഭാഗത്ത് നിറയെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അതിനെ കൂടെ പിടിക്കാം. എൻ്റെ ഒരു വേറെ അരിപ്പീനുണ്ട്. നമ്മൾ ചായൻ്റെ അരിപ്പീന് എടുത്തിട്ട് വേറെ അരിപ്പീന്ന് കേട് വന്നു പോയി. ഭാഗത്താണ് കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. അവിടെ ഒരു പാമ്പ്. ഫ്രണ്ട്സ്, നമ്മൾ അത്യാവശ്യം നമ്മൾ കുറച്ചല്ല ഒരു 50 കുഞ്ഞോളം നമ്മുടെ ടാങ്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി വേറെ ടാങ്കിലേക്ക് മാറ്റാറുണ്ട് പ്ലാന്. അപ്പോൾ വേറൊരു ചെറിയൊരു കുഞ്ഞ് ടാങ്ക് കൊണ്ടുണ്ട്. അതിൽ നിന്നും കുറച്ച് കുട്ടികളെ മാറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മീൻ വളരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാറ്റും. ഞാൻ അതും ഒന്ന് കാണിച്ചു തരാം. സെപ്പറേറ്റ് നമ്മുടെ ഒരു ടയർ കൊണ്ടുണ്ടാക്കിയ ഒരു ഫിഷ് പോണ്ടാണ്. ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങളിട്ട ഇതേപോലുള്ള ഇതുണ്ട്. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇതിലിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആണ് അതിൽ ഇത് സെപ്പറേറ്റ് നമ്മൾ ഇട്ടപ്പോൾ ഇതിൽ നല്ല ഫീമെയിലിൻ്റെ നല്ല ഗ്രോത്ത് ഉണ്ടായി. മെയിലുകളുണ്ട്. നല്ല ഇയർ ആയിട്ടുള്ള പ്ലാറ്റിനം ടെമ്പറിൻ്റെ മെയിലുകൾ ഇതിലാണ് ഗ്രോത്ത് ആയത് കേട്ടോ. ഞാൻ അതിൽ കുറച്ച് വെള്ളം കാണിച്ചു തരാം. വെള്ളമാക്കി കാണിച്ചു തരാം. അപ്പോൾ അറിയുള്ളൂ, ഗ്രോത്ത് അറിയുള്ളൂ. അതെ, സെപ്പറേറ്റ് ഇട്ടിട്ട് വളർത്തുന്ന സമയത്ത് നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ഇതിൽ ഫീമെയിലിൻ്റെ കുഞ്ഞുങ്ങളെ വലിയ ഇതെല്ലാം ഉണ്ടല്ലോ, വലിയ മെയിലുകളിനൊക്കെ എടുത്തിട്ട് നമ്മുടെ വലിയ ടാങ്കിലേക്ക് മാറ്റിയിട്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളെ അതിലേക്ക് വിടാൻ പ്ലാൻ കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ടാങ്ക് ഒരു കുപ്പിയിലാക്കിയിട്ട് നമ്മുടെ മെയിൻ ടാങ്കിലേക്ക് മാറ്റാം. അതിൽ എന്താണ് മെയിലുകൾ കമ്മിയാണ്, ഫീമെയിലുകൾ കൂടുതൽ. ഒരു ഇവന്മാരെ 2-3 മെയിലുകൾ നല്ല മെയിലുണ്ട്. ഞാൻ വേറെ ഒന്നുകൂടി കാണിച്ചത് സൂപ്പറാണ്. ഇതിപ്പോൾ തൽക്കാലം പുതിയ വിട്ടിട്ട് ഞാൻ വേറെ ഒന്നുകൂടി പിടിച്ചിടാം. അത് നല്ല ഗ്രോത്ത് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ശരിക്കുള്ള കളർ കേട്ടോ. കളറും ഇയറൊക്കെ കണ്ടോ, അതിൻ്റെ കറക്റ്റ് ഇയറാണ്. നമ്മൾ ശരിക്കും വീഡിയോയിലൊക്കെ കാണുന്ന പോലുള്ള ഇയറാണ്. ഇപ്പോൾ സെപ്പറേറ്റ് വളർന്നതാണ്. ഇതേപോലെ ചെറിയ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്ത് ടാങ്കിലിട്ട് വളർത്തുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള നമുക്ക് മീനുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതേ സമയത്ത് ഇത് മൊത്തമായിട്ട് വളരുന്ന സമയത്ത് ഇത്ര ക്വാളിറ്റി ഇല്ല കേട്ടോ. അതിലൊക്കെ നമ്മൾ വേറെ ടാങ്കിൽ കണ്ടോ, ഇത്ര ഇയറൊന്നും ഇല്ല. അവന്മാർക്ക് പാലൊന്നും ഇല്ല. ഇവ നല്ല ഗ്രോത്താണ്. നമുക്ക് ഇവനെയും ഇത് വിട്ടിട്ട് തൽക്കാലം മേലൊക്കെ മാറ്റിയിട്ട് ഈ ചെറിയ കുഞ്ഞുങ്ങളെ തിരികെ വിടാമെന്ന് പറഞ്ഞ പ്ലാന്. നമുക്ക് ഫ്രണ്ട്സ് ഇതിൽ പകുതി മീൻ നമുക്ക് ഇതിൽ വിടാറുണ്ട്. അതിൽ അപ്പുറം നല്ല മെയിലുകൾ നല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളത് പകുതി ഇതിൽ ഉമ്മാരനെ ഇത്രയും മീനുകളെ ഈ ടാങ്കിൽ വിടുന്നുണ്ട്. ഉമ്മാർ ഇതിൽ വളരട്ടെ. അപ്പോൾ നമ്മുടെ ഇതിൽ നിന്ന് കുറച്ച് മെയിലും കുറച്ച് ഫീമെയിൽ നല്ല ഗ്രോത്തുള്ള ഫീമെയിലിന് നമ്മുടെ വേറെ ടാങ്കിലേക്ക് മാറ്റാൻ പറ്റാൻ പ്ലാൻ കേട്ടോ. ഉമ്മാർ അതിൽ മെയിലുകൾ കമ്മിയാണ്, ഫീമെയിലുകൾ കൂടുതലും. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ല. ഇപ്പോൾ അത് മെയിലില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാവില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല
മെയിലാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റാം. ഇതിൽ വേണം നമ്മുടെ അതിൽ അത്യാവശ്യം നല്ല ഗ്രോത്തുള്ള ഇതെല്ലാം ഫീമെയിലാണ് കേട്ടോ. അതേപോലെ ഫീമെയിലുകൾ ഒരുപാടുണ്ട്. ഇതിൽ മെയിലിനൊന്നും വലിയ ആരോഗ്യമില്ലാത്ത പോലുള്ള മെയിലുകളാണ്. അപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങളുടെ പ്രൊഡക്ഷനേ ഇല്ല. അപ്പോൾ നമ്മുടെ നല്ല മെയിലുകളാണ് ഇതിലേക്ക് വിടാറുണ്ട് പ്ലാന്. ഇതിലൊക്കെ ഒരുപാട് ഇതൊക്കെ മെയിലാണ്. ഒരു ആരോഗ്യമില്ലാത്ത പോലെ ചെയ്യാത്ത പോലെ ഉമ്മാരെ വലുതായിട്ടൊന്നും ഇവരുമായിട്ട് അങ്ങനെ ബ്രീഡാവുന്നില്ല. പക്ഷേ മെയിലുകൾ ഫീമെയിലുകൾ തന്നെ ഉദ്ദേശിക്കുന്നത് എല്ലാം ടാങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഫീമെയിലാണ്. ഫീമെയിലെല്ലാം നല്ല ഗ്രോത്തുള്ള ഫീമെയിലാണ്. അപ്പോൾ നമുക്ക് മെയിലുകളിലേക്ക് വിടാൻ പറ്റുന്ന പരിപാടി ഇതൊക്കെ നമ്മുടെ അത് സെപ്പറേറ്റ് ടാങ്കിൽ വന്ന് മെയിലാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വിട്ടിട്ടുണ്ട്. ഉമ്മാരിതിലേക്ക് നിൽക്കട്ടെ. ഇഷ്ടംപോലെ ഫീമെയിൽ പോകാം. അപ്പോൾ നമുക്ക് വേണ്ട ഈ കുഞ്ഞുങ്ങളും ഇതിൽ വിടാം. ഇത് കുഞ്ഞുങ്ങളും കമ്മിയാണ് ടാങ്കിലേക്ക്. ഇത്ര അത്യാവശ്യം വലിയ ടാങ്കാണ്. 10-20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്. ഇത്രയും കുഞ്ഞുങ്ങളും നമുക്ക് അതിൽ വിടുന്നുണ്ട്. ഞാനിതിന് ഇത് വലുതായിട്ടുള്ളൊരു ഗ്രോത്തായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഇതേപോലെയുള്ള ഫിഷ് വീഡിയോസായിട്ട് നമ്മൾ തിരിച്ചു വരാം കേട്ടോ.